ഹലോ പാത്ത് സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വയനാട്ടിൽ ലക്കിടിയുള്ള ടീൻസനിയ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു 11 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മഴ ഒന്നുമില്ലായിരുന്നു. പക്ഷെ പകുതി വഴി എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ പാർക്കിൽ എത്തിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ നിന്നിട്ടുണ്ടായിരുന്നു. ഈ പാർക്കുള്ളത് വയനാട് ലക്കിടിയിലാണ്. ലക്കിടി എന്ന് പറയുമ്പോൾ തന്നെ കോടമഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ. ഈ പാർക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരം കയറി വരുന്നവർ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുക നമ്മളെ കരിന്തണ്ടൻ്റെ പ്രതിമയാണ്. ആ പ്രതിമേൻ്റെ ഓപ്പോസിറ്റാണ് ഈ പാർക്ക് റോഡ് സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ നമ്മൾ കയറിയിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഫീ ഇല്ല. എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ATM കാർഡ് കിട്ടും. അത് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് റീചാർജ് ചെയ്യുക. എന്നിട്ട് ആ കാർഡ് കാണിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ഓരോ റൈഡിലും കയറാൻ പറ്റുക. ഈ പാർക്കിൻ്റെ എൻട്രൻസ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ നമുക്കൊരു കേവിൻ്റെ വൈബാണ്. കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ കേവിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തുള്ളൊരു ഗുഹയാണെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടെ. നമ്മൾ ഈ കേവ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു തോണിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ മഴ ചാറുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചുറ്റി നടന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനായിരുന്നു പരിപാടി. ഇത് പുതിയൊരു പാർക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ക്ലീൻ ആയിരുന്നു അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പണി നടക്കുന്നുണ്ടായിരുന്നു. കുറേ റൈഡുകളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എവിടെ തിരുന്നാലും ബാക്ക്ഗ്രൗണ്ടാണ്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവിടെ. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മൾ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 1000 റുപ്പീസാണ് കേട്ടോ ചെയ്തത്. നമുക്ക് 1000 റുപ്പീസ് തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങളൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഓരോ റൈഡിനും നമുക്ക് നല്ല കോസ്റ്റ്ലിയാണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ മിറർ ഇമേജിലായിരുന്നു. അതിൽ 50 റുപ്പീസായിരുന്നു. ബാക്കിയുള്ളതിനൊക്കെ അതിന് മുകളിലാണ് 100ഉം 150 റുപ്യൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഓരോ റൈഡിന് എത്രയാണ് ഫീ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാട്ടർ റൈഡൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ പൂളിലേക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്ക് പിന്നെ വെള്ളം അലർജി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. കിച്ചു ഇറങ്ങാമെന്നൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൻ ഒറ്റക്കാണെന്ന് വെച്ചിട്ട് ഓൻ ഇറങ്ങിയിട്ടില്ല. ഈ വാട്ടർ റൈഡ് കാണാൻ ബാക്കിയുള്ള പാർക്കിലെ പോലെ കുറച്ച് വെറൈറ്റി ആയിരുന്നു. നമ്മൾ റൈഡിലൊന്നും ആദ്യം കയറിയിട്ടില്ലായിരുന്നു. വെറുതെ ചുറ്റി ചുറ്റി കാണുകയായിരുന്നു. കാരണം കാക്കാക്ക് ഒരു അർജൻറ്റ് കോൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ കോളൊക്കെ കഴിഞ്ഞതിന് ശേഷം കയറാമെന്ന് വിചാരിച്ചു.
ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലൊന്നുമില്ല. ഒരു കഫേ ഉണ്ട്, പിന്നെ ഒരു ഐസ് ബേയും ഉണ്ട്. ആ കഫേയിൽ ചായ, കാപ്പി, പിന്നെ മൊഹിത്തോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ റൈഡിൻ്റെ ഒക്കെ ചാർജ്. ഇത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് സൈക്കിൾ ഉണ്ട്, പിന്നെ സ്ലിംഗ് ഷോട്ടൊക്കെ ഉണ്ട്. സിപ്പ് ലൈനിനും സ്ലിംഗ് ഷോട്ടിനും പെർ ഹെഡിന് 200 രൂപയാണ് ചാർജ്. അതുപോലെ സിപ്പ് സൈക്കിളിന് 100 രൂപയാണ് ചാർജ്. പിന്നെ നമ്മൾ അവിടുത്തെ ഐസ് പാർലറിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓറിയോ ആയിരുന്നു, നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വൈത്തിരി പാർക്ക് പോയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കാണണം. ആദ്യത്തെ വൈബ് എന്തായാലും ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. വൈത്തിരി പാർക്കിൽ നമ്മളെ എൻട്രിയിൽ ഫീ എടുത്ത് കയറിയാൽ എത്ര റൈഡിൽ വേണേൽ എത്ര ടൈം വേണമെങ്കിലും കയറാം. ഇവിടെ അതില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ അത്ര വൈബൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. ഇതൊക്കെ കിഡ്സിൻ്റെ ഏരിയ ആണ്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. പിന്നെ കിച്ചുവിനെ കയറ്റാൻ നോക്കുമ്പോൾ ഓൻ പറയാതെ ചെറിയ കുട്ടികളതാണെന്ന്. ഓൻ്റെ വിചാരം ഓൻ വലിയൊരാളാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയതാണ് 60D സിനിമയിൽ. നല്ല രസമുണ്ടായിരുന്നു, ആരും കൂവിയിട്ടില്ലായിരുന്നു. ഈ 60D സിനിമേൻ്റെ ഫീ വരുന്നത് 150 രൂപയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു, ആ ഒരു പൈസക്ക് അത് വെർത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം കാക്കുട്ടി ആർച്ചറിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആർച്ചറിക്കും ഗൺ ഷൂട്ടിങ്ങിനൊക്കെ 75 രൂപയാണ്. അത് ചെറിയ കുട്ടികൾക്കൊന്നും പറ്റൂല. പിന്നെ നമ്മൾ കയറിയതാണ് മിറർ മേസിൽ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പെർ ഹെഡിന് 50 റുപ്പീസാണ് അവിടെ ചാർജ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ശിവന് ഇത് ഏത് ജില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു, പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുങ്ങിയോ എന്നൊരു സംശയം. കുറേ നേരം എടുത്തു ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു, എല്ലായിടത്തും മിററൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തേക്കും നോക്കുമ്പോൾ മിററായിട്ട് നമ്മൾ കുറച്ച് പണിപ്പെട്ടു. ഒരു മിററുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് ഡോറാണെന്ന്. പക്ഷെ അല്ല, എല്ലായിടത്തേക്കും തിരിയുമ്പോൾ മിറർ മാത്രമാണ്. നമുക്ക് മനസ്സിലൊരു പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡോറ് തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ മിറർ ബേസ് ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു, ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മെയിനായിട്ട് കയറിയത് തന്നെ മിറർ പിക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ നല്ല ഊള പിക്കായിരുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഞാൻ തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കാക്കുട്ടിൻ്റെ ഗൺ ഷൂട്ടിംഗ് ആയിരുന്നു. ശരിക്കും ഈ ഗൺ ഷൂട്ടിങ് ചെയ്യാൻ കിച്ചനായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓനക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കുട്ടിയായതുകൊണ്ട്. അവർ കാക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഗണ്ണ് പിടിക്കേണ്ടത്, ഏതിൽ കൂടെയാണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ കാക്കുട്ടി ഗണ്ണെടുത്തിട്ട് ഒരു ഷൂട്ടിൽ തന്നെ 3 ഇത് കൊണ്ടു. ഒരു വെടിക്ക് 3 പക്ഷി എന്നൊക്കെ പറയണ മാതിരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ കാക്കുട്ടിക്ക് നല്ല ഷോ ആയിരുന്നു.
ഇതിൽ നമുക്ക് ടോട്ടൽ 5 വട്ടം ഷൂട്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് വരുന്നത് 75 രൂപയാണ്. അപ്പോൾ കാക്കുട്ടിൻ്റെ ഗൺ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കാണാൻ നല്ല രസമായതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ബാഗുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ജൂട്ട് മെറ്റീരിയലിലൊക്കെ ഉള്ള നല്ല അടിപൊളി ബാഗായിരുന്നു. പിന്നെ കിഡ്സിനൊക്കെ പറ്റിയ ബാഗുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മെൻസിനുള്ള വാളറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ആദ്യം തന്നെ വാങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസൊന്നും ചോദിച്ചില്ല. എല്ലാം നല്ല കണ്ട് രസിക്കുകയായിരുന്നു. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഈ സ്ലിംഗ് ബാഗായിരുന്നു ഇഷ്ടപ്പെട്ടത്. അത് നല്ല രസമുണ്ടായിരുന്നു, കളർ കോംബോയൊക്കെ. പിന്നെ അവിടെ കുറേ പ്ലാന്റ്സിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. പ്ലാന്റ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സീഡ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടേക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കിച്ചന് ഇതാ പോണ ജീപ്പിൽ കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അത് നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ വർക്കേഴ്സാണ് അത് ഓടിക്കുന്നത്, നമുക്കത് ഓടിക്കാൻ പറ്റുക. പിന്നെ ചെറിയ കുട്ടികൾക്കാണ് അത് ഓടിക്കാൻ കൂടുതലും പറ്റുക. നമ്മൾ ആ വണ്ടിയിൽ കയറിയിട്ട് ജസ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് പോകാനേ പറ്റുള്ളൂ, നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. അത് കിച്ചനോട് പറഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞു എന്നാൽ വേണ്ട, ഒരു സുഖം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് വന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പാർക്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്നത് ഈ സുന്ദരമായ മോന്തകളാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടെ നോക്കിയാലും ആ മോന്തകളാണ് കാണുക. പിന്നെ അവിടെ നിൽക്കുന്ന ആ കരിന്തൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ ഈ പാർക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ടാൻസാനിയ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഈ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഒരു ഹോട്ടൽ ഉള്ളത്. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ നമുക്ക് മെനു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചോറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബർഗറാണ് ഓർഡർ ചെയ്തത്. അവിടെ ഈ ബർഗർ, സാൻഡ്വിച്ച്, മൊജീറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഞാനും കാക്കുട്ടിയും ഉമ്മച്ചും ബർഗറും പിന്നെ ഗ്രേപ്പ് ലൈമും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കിച്ചു ആപ്പിൾ ജ്യൂസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടത്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.